ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും തസ്നി വ്ളോഗിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് വർക്കും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ എൻ്റെ ഒരു ദിവസം കാണിക്കാലോ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 9:30 ആയിക്കണം കേട്ടോ. എൻ്റെ ചായടി കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്, എന്തൊക്കെ ഞായറാഴ്ച ചെയ്തു, അതാണ് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഏകദേശം തന്നെ ഒരു കാര്യമൊക്കെ മനസ്സിലായി കാണും. അത് ഞങ്ങൾ തെങ്ങേറ്റായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ തെങ്ങൊക്കെ കയറി കിടക്കുന്ന കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 4 പുറം കിടക്കുന്നുണ്ടല്ലേ, തെങ്ങേറ്റം കഴിഞ്ഞതിൻ്റെ കാണണം കേട്ടോ. ഇന്നലെ തെങ്ങേറ്റായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളെ കയറാറ്, ഞായറാഴ്ച ഫ്രീ ആവുമല്ലോ. ഇതൊക്കെ അപ്പോൾ ഇന്ന് ഈ തേങ്ങ ഒക്കെ പൊളിക്കാനുണ്ട്. പിന്നെ തേങ്ങ പൊളിക്കാനാ? ഈ തേങ്ങ പൊളിക്കുക അനക്ക് കഴിക്കുമോ? അങ്ങനെത് ഐറമോൾ രാവിലെ തന്നെ തേങ്ങയായിട്ട് സെറ്റ് ആയിക്കണം കേട്ടോ. ഞങ്ങളിത് കുറച്ച് തേങ്ങ അരക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതൊക്കെ പൊളിക്കാൻ ഉള്ളതാട്ടോ. അപ്പോൾ നിൽക്കാനും ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടെ ഞായറാഴ്ച ഇത് നിൽക്കാച്ചിട്ടാട്ടോ. നാളെ എവിടേക്കാ പോണ്? പട്ടാമ്പിയിൽ എന്താ നാളെ? പട്ടാമ്പിയിൽ നാളെ എന്താണ്? നിൽക്കാൻ പോവാണ്. അതെ, അപ്പോൾ നാളെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകട്ടെ. ചൊവ്വാഴ്ച ഞങ്ങൾ അവിടുത്തെ പൂരാണ്. അപ്പോൾ പോകുമ്പോഴത്തേന് ഇന്നത്തെ ഞായറാഴ്ച വേണം. ഇന്ന് ഫുള്ള് ഇവിടെ നിൽക്കേണ്ടി വരും കേട്ടോ. കാരണം തേങ്ങ പൊളിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പട്ട മടക്കണം, മെഡലൊക്കെ എടുത്തൊക്കെയുണ്ട്, പച്ചോലുണ്ട്, ചൂലിന് വെട്ടിയുണ്ട്. അപ്പോൾ ഒന്ന് നല്ല പണിയാട്ടോ. ഐറമോൾ ടാറ്റ എടുത്താ? ഒരുപാട് ഉണങ്ങിയ പട്ട ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. മോളെ കൊമ്മങ്ങാട് പോയി അങ്ങനെ ആക്കുക. തേങ്ങ എടുത്തിട്ടോ. തേങ്ങ പൊളിക്കൽ കുറച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. പൊളിച്ചതങ്ങനെ ചാക്കെല്ലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചാക്ക് നല്ല നട്ടുച്ചായിക്കണം കേട്ടോ. ഇവിടെ വെയിലാണെങ്കിലും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴും പുഴയിൽ നിന്ന് ഇങ്ങനെ കാറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഏകദേശം ടൈം 12 മണിയായി. ഇതിലായിട്ടും തേങ്ങ പൊളിക്കൽ ഇതൊക്കെ ആയിട്ടുള്ളൂ. ഇനിയുണ്ട്. അങ്ങനത്തെ തേങ്ങ പൊളിക്കലൊക്കെ ഒരു വിധം കഴിഞ്ഞു. ഇനി ഇത് കണ്ടില്ലേ, അടുത്ത് പട്ട ഇതാക്കാനൊക്കെ ഉണ്ട്. ഒരു ഞായറാഴ്ച ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ തെങ്ങ് കയറുള്ളൂ. അപ്പോൾ അതുള്ള പണിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി പട്ടൊക്കെ ഇതാക്കണം, കെട്ടി വെക്കണം. നിറച്ചും പട്ട കേട്ടോ. കയറുമ്പോൾ ഞങ്ങളെ മില്ലിൻ്റെ അവിടെയൊക്കെ കയറിക്കണം. അവിടെയൊക്കെ നിറച്ചു തെങ്ങ് കയറുമ്പോഴുള്ള അവസ്ഥ കേട്ടോ. നമുക്ക് പുഴയിലേക്കൊക്കെ പട്ട ചാടിയിട്ട് വെള്ളം ഇങ്ങനെ ഇറക്കം പോണ സമയമാണ്. ഒക്കെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണുക തെങ്ങാട്ട പുഴനോട് ചേർന്നിട്ടൊക്കെ. ഇവിടെ തേങ്ങക്ക് വലിയ ക്ഷാമമില്ല കേട്ടോ. എൻ്റെ ഒരുവിധം തേങ്ങ പൊളിക്കൽ കഴിഞ്ഞു. പിന്നെ എൻ്റെ രാവിലത്തെ പണിയും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്നിട്ട് വൈകുന്നേരം ഒരു 5 മണി 5:30 ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ദിവസം ഇന്നിങ്ങനെ പോയി. ആകെ ഇന്നൊരു ദിവസമേ ഉള്ളൂ ലീവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇനി എന്താ നമ്മളെ പരിപാടി? ഐറമോൾ എന്താ എവിടേക്ക് ബാറ്റ് കളിക്കാൻ പോവുക? ഇവിടെ അപ്പുറത്ത് ഇന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐറമോൾ അങ്ങോട്ട് പോകും. മെച്ചി പറയുന്നുണ്ട്, മെച്ചി കാണാറില്ലല്ലോ, അങ്ങോട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസം എന്തെങ്കിലും കഴിഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാല്ലേ? അങ്ങനെ ഞാനും ഐറമോളും ഇങ്ങനെ പോകട്ടെ. എടുത്ത വീട്ടിലേക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച ദിവസം മാത്രമേ അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് ഞാനൊന്ന് പുറത്തിറങ്ങുള്ളൂ കേട്ടോ.
ബാക്കിയുള്ള ദിവസം ഒഴിവില്ലല്ലോ, കാരണം 9:30 to 5:30 ഓഫീസാണ്. പിന്നെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂബി മാമിനെ വിളിച്ചിട്ടാന്നൊക്കെ അവള് പറയണ്. അപ്പൊ ഞങ്ങളങ്ങനെ കളിക്കാൻ പോലെ അങ്ങനെ ഇത് അവിടെ ആയിട്ട് കുട്ടികൾ കളിക്കണം. അപ്പം ഞാൻ അയറ് പോണത് പോവാണ്. നടക്ക്, വണ്ടി വരണ്ട, നോക്കി എടുക്ക. കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഇത് എവിടെ ആയിട്ട് കുട്ടികൾ കളിക്കുന്ന സ്ഥലം. ഞങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോവാണ്. ഐറമോളെ ഡി ഈ കളിയാണ്. നോക്കടി പൊന്നോ പോണക്ക് ഓ നോക്കണേ ഇല്ല. ഓ ഐറയുടെ ഫ്രണ്ടാട്ടോ നസാലു. ഓള് നേരത്തെ വീഡിയോയിൽ പറഞ്ഞു നസാലിൻ്റെ അടുക്ക് പോവാന്ന്. അത് എൻ്റെ അടുക്ക കേട്ടാ. ഐറ നസാലു പറയടി. അങ്ങനെ ഇതേ കുട്ടികൾ കളിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഞങ്ങളെ മക്കളും വെച്ച് ഞങ്ങൾക്ക് കളിക്കണം പറഞ്ഞിട്ട് അങ്ങനെ മക്കളുടെ കൂടെ ഞാനും മൂവിമാടെ മക്കളോട് ഒന്ന് കളിപ്പിക്കുക കേട്ടോ. അങ്ങനെ ഇതേ മക്കളും ഹാപ്പിയായി. അല്ലെങ്കിൽ അവർ ഞങ്ങളെ കളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇതേ ഞാനും മുബിയും കളിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കളിയിൽ കുറച്ച് എടുത്തോളൂ. പോവല്ലേ, പോവാ താരം കൊടുക്ക് എന്നാ. അങ്ങനെ ഇത് ഞങ്ങളിത് കളിയൊക്കെ കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇക്ക വണ്ടിയേറ്റ് വന്നാനൊക്കെ പറഞ്ഞ് തേങ്ങ കൊണ്ടേ കൊടുക്കുക പറഞ്ഞിട്ട് പുള്ളി തേങ്ങക്കെട്ടൊക്കെ പോവാട്ടോ. പൊതുവേ ഞാൻ പോകാറില്ല, ഇക്ക കൊണ്ടുപോയി കൊടുക്കാറില്ല. വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ കാരണമൊക്കെ പോരേ പറഞ്ഞിട്ട് അങ്ങനത്തെ തേങ്ങ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങൾ തേങ്ങ വെച്ചതിന് ശേഷം ഞങ്ങളെ ബേക്കറി കടയിൽ വന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ച്, ഷവർമ മേടിച്ച്, പിന്നെ മോൾ കുറച്ച് ബേക്കറിയും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിത് വീട്ടിലേക്ക് എത്തി. അങ്ങനത് രാത്രി ഞങ്ങളിത് ഓല ചൂലുണ്ടാക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.